കാസർഗോഡ് മഞ്ചേശ്വരത്ത് ജൽ ജീവൻ മിഷന്റെ പേരിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇല്ലാത്ത വെള്ളത്തിന്റെ പേരിൽ കേരള വാട്ടർ അതോറിറ്റി ജനങ്ങളെ പിഴിയുകയാണ്. മഞ്ചേശ്വരം വോർക്കാടി പഞ്ചായത്തിൽ പല വീടുകളിലും ബില്ല് വന്നത് 1000-ഓ 2000-ഓ അല്ല, 10,000-ങ്ങളാണ്. പഞ്ചായത്തിൽ 100ഓളം കുടുംബങ്ങൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ജപ്തി നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. അർച്ചന പറയും അവിടെ എന്താണ് നടക്കുന്നതെന്ന്. സുജിയ, നമ്മളിതാ ഒരു കൗതുക കാഴ്ചയുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കിതാ ഈ വീട് കണ്ടാൽ സുജിയ, ഇവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടതായി തോന്നുന്നുണ്ടോ? അതായത് അവിടെ ജനാലകൾ കണ്ടാൽ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ജനാലകൾ, വാതിലുകൾ, അതുപോലെ ഒരുപാട് തേങ്ങയുടെ കഷ്ണങ്ങളെല്ലാം, പായടക്കമുള്ള സാമഗ്രികളെല്ലാം നമ്മളിതാ ഈ ഒരു വരാന്തയിലുണ്ട്. ഒരുപാട് ഈ വേണ്ടാത്ത തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ, അതുപോലെ തന്നെ ചിലകരിച്ച് കിടക്കുന്ന വാതില്, ജനവാതിൽ എല്ലാം ചിലകരിച്ച് കിടക്കുന്നു. അത്തരത്തിൽ താമസയോഗ്യമായ ഒരു വീടാണ് എന്നത് ആർക്കും ഇത് തോന്നുന്നുണ്ടോ? ഒരു സംശയവും ഇത് താമസമില്ലാത്തൊരു വീടാണ്. കഴിഞ്ഞ ഏകദേശം 10 വർഷമായി ഈ വീട്ടിൽ ആരും താമസിക്കുന്നില്ല. ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്ന ഒരു സ്ത്രീ താഴെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്ന ഒരു വയസ്സായ അല്ലെങ്കിൽ പ്രായമുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല, ഈ വീട്ടിൽ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പാണ് ഇവിടുത്തെ വാർത്ത എന്ന് പറയുന്നത്. വെള്ളം വരാത്ത ഒരു പൈപ്പ്. തീരെ വെള്ളം വരുന്നില്ല. പക്ഷെങ്കിൽ ഈ പൈപ്പ് മൂലം ഈ ആളുകൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താന്നുള്ള സംശയം ഉണ്ടായിരിക്കില്ല. ഈ വീട്ടിൽ താമസിക്കുന്ന അമ്മമ്മയാണിത്. കഴിഞ്ഞ മാസം, അതായത് ഈ പൈപ്പിൽ വെള്ളം വരുന്നില്ല, പക്ഷെങ്കിൽ അമ്മമ്മയ്ക്ക് പേ ചെയ്യേണ്ട, അല്ലെങ്കിൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഏകദേശം 15,000 രൂപയാണ്. അതെങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. ഇവിടെയുള്ള ആളുകളോടൊന്ന് ചോദിച്ചു. ഒരു വീട്ടിൽ ആരും താമസമില്ല. ബട്ട് റീസെൻ്റ്ലി ആയിട്ട് ഒരു 17,000 സംതിങ് നോട്ടീസ്, RR നോട്ടീസ്, ജപ്തി നോട്ടീസാണ് വന്നിരിക്കുന്നത്. ഓറിൽ ചോദിച്ചങ്ങ് പറയൂ, വെള്ളത്തിന്റെ പ്രശ്നമല്ല, നമുക്ക് ഇത്ര ബില്ല് അടക്കാണ്, അടുത്തില്ലെങ്കിൽ RR നോട്ടീസ്, മീത്ത ജപ്തിക്ക് പറയൂ. മീറ്റിംഗ് ആയിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. ബില്ല് 54,000. ഇവിടെയും വെള്ളം ലഭിക്കുന്നില്ല. കേരള വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷന്റെ അനുവദീയമായ പൈപ്പുകളാണ് ആ കാണുന്നത്. പക്ഷെങ്കിൽ ആ പൈപ്പുകളിൽ വെള്ളമില്ല. നമുക്കിവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് അധികൃതരോട് തന്നെ ചോദിക്കാം. ഇതിപ്പോൾ ജപ്തി ചെയ്ത് പോയാൽ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും, വേറെ മാർഗ്ഗമില്ല. അങ്ങനെയുള്ള അനീതിയാണ് വാട്ടർ അതോറിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിൽ പോലും വെള്ളം എടുക്കാത്ത ആൾക്കാർക്ക് 10,000 പകരം ബില്ല് കൊണ്ടുവരുന്ന ജപ്തി നടപടി നിർത്തിവെച്ച് അന്വേഷണം നടത്തുക. എന്തായാലും ഇതിനെതിരെ അധികൃതർ ഇടപെടട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. വെള്ളമില്ല, പക്ഷേ ബില്ലുണ്ട്. അത് കാസർഗോട്ടെ മാത്രം കാര്യമല്ല, പലയിടങ്ങളിലും. കൊല്ലത്ത് നമ്മൾ കണ്ടതല്ലേ, ആ തുരുത്തിൽ പോയി നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ ഒന്ന് പരിഹരിക്കണം. ആ പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇതിലൊക്കെ നമ്മളിങ്ങനെ ഇടപെട്ട ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ടേയിരിക്കും.